അതെ. ഇത് സ്കൂളിന്റെ പ്രതിനിധികളാണ്. നിങ്ങൾ ആ ദിവസങ്ങൾ വല്ലതും അവിടെ ഉണ്ടോ? അതെ, കഴിഞ്ഞ തിങ്കളാഴ്ച വണ്ടി ഉടച്ചു പോയതാ. അപ്പോൾ 2 പിള്ളേർ മരണപ്പെട്ടു. ഞങ്ങളവിടുത്തെ ഡ്രൈവർമാരാണ്. നിങ്ങൾ സാധാരണ ഇവിടെയാണോ വണ്ടി ഇടാറ്? സാധാരണ വണ്ടി ഇട്ടിട്ട് തലേ ദിവസം പോയി രാവിലെ വരല്ല വണ്ടി എടുക്കാൻ കഴിഞ്ഞിട്ട്. അതെ, വണ്ടി മേളിലുള്ളത് 100 മീറ്റർ അപ്പുറം. ഇവിടുന്ന് മൊത്തം 50 പിള്ളേരുണ്ട്. 2 പിള്ളേർ മരിച്ചുപോയി. അന്ന് മുതൽ നിങ്ങൾ ഇവിടെ എല്ലാവരും? അതെ, അല്ല ഞങ്ങൾക്ക് കൊണ്ട് അലോട്ടില്ല. ഒന്ന് സ്പെഷ്യൽ പാസ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നാ. പിന്നെ കുറെ പേർക്ക് എങ്ങനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ വല്ലതും വിളിച്ച് നിരന്തരം വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ പോയി കാണാനുള്ളൊരു പ്രയാസമുണ്ട്. അവർ ഓരോ വീടുകളിലാണ് താമസമുള്ളത്. പിന്നെ എല്ലാവരും കുറേ പേരൻസിനെ കണ്ടിരുന്നു, കണ്ട് സംസാരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ. അതിൻ്റെ എനിക്ക് ജ്യേഷ്ഠൻ്റെ 7 പേര് മരിച്ചുപോയി. അമ്മാശൻ, അമ്മായിമ്മ, അളിയന്, മരുമകള്, 3 പിള്ളേർ. അതിൽ 4 പേരെ കിട്ടിയുള്ളൂ. 3 പേരെ കിട്ടാൻ. എത്ര കാലമായി ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നു? സ്കൂൾ ബസ് 3 വർഷമായി. പക്ഷേ ഈ സ്കൂളിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കുട്ടികൾക്കും ഒരു മാമനാണിത് ശരിക്കും. എൻ്റെ മോനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ മാമൻ എന്നാ പറയുക എപ്പോഴും. ഭയങ്കര സങ്കടമുണ്ട്. ആ സ്കൂളിൽ പെട്ട് 2 കുട്ടികൾ മരണപ്പെട്ടു. പക്ഷെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഊഹിക്കാലോ ഇപ്പം ഇതേപോലെ ഉൾപ്രദേശത്തു നിന്ന് സ്കൂളിലേക്ക് പോവുക, അത് വീട്ടുകാരും അവരുടെ ഒരു വിശ്വാസമാണ് ബസ് ജീവനക്കാരുടെ സ്കൂൾ. അപ്പോൾ അവർ നമ്മുടെ ഒരു സഹോദരൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്ന പോലെ ആയിരിക്കും. കൃത്യം 50 കുട്ടികളാണോ അവർ? ഇപ്പോൾ ബാക്കി കുട്ടികളൊക്കെ എവിടെയാണ്? ഏതെങ്കിലും സ്കൂളിൽ എത്തുമ്പോഴേക്കും 50 പിള്ളേർ ഈ വഴിക്കുന്ന കയറ്റി പോയി. ഒരു ബസ്സായി നമ്മുടെ മൗണ്ടിൻ്റെ ഒരു ബസ്സായി റോഡിൽ ഓടുന്നത്. അവിടെ എത്തുമ്പോൾ 50 പിള്ളേർ ഏകദേശം. ഇവിടുത്തെ മറ്റ് കുട്ടികളെ അവരെ കണ്ടോ? ഇവിടെ ഉള്ള മറ്റു കുട്ടികളെ കാണാൻ ക്യാമ്പിലുമാണ് അവർ. സ്വന്തം കൂടെ കുടുംബങ്ങളെ വീട്ടിലാണ്. എല്ലാവരും സേഫാണ്. ഞങ്ങൾ അന്ന് തന്നെ വിളിച്ചിരുന്നു. തലേദിവസം തന്നെ വിളിച്ചത്. അന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു, ഫോണിൽ കിട്ടിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് എല്ലാവരും സേഫാണ്. ഇപ്പോൾ ആരും പ്രശ്നമില്ല. മേപ്പാടി തന്നെ. അന്ന് നിങ്ങൾക്ക് ആദ്യം വിവരം കിട്ടുന്ന പുലർച്ചെ 2 മണിക്ക് ഒരു 1.5 മെമ്പർ റിലേഷൻ ഉണ്ടല്ലോ അവർ. അപ്പോൾ അവരാണ് അവരെ വിവരം പെട്ടെന്ന് കിട്ടിയത്. പിന്നെ വിളിച്ചിട്ട് അവരെല്ലാം ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. അതെ, ദൈവത്തിൻ്റെ വിധി എന്ന് പറയാം. കണ്ടില്ലേ, ഒരു നമ്മളിപ്പോൾ കുട്ടികൾ സ്കൂളിൽ ബസ്സിൽ കയറി പോകുമ്പോൾ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു കംഫർട്ട് സോണിലേക്ക് അവരെ വിടുന്നതല്ലേ. അപ്പോൾ ആ ബസ്സിലെ പായമാരാണെങ്കിലും അവിടുത്തെ ഡ്രൈവറൊക്കെ വളരെ നമുക്കറിയാലോ, സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾ ഇറങ്ങുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ വരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് പരമാവധി എല്ലാവരും. കാരണം അവർ സുരക്ഷിതമായി വീട്ടിലേക്ക് കയറിയെന്ന് അറിയാം. അപ്പം അങ്ങനെ ആളുകളാണ് അവരുടെ 2 അല്ലേ ചിരികളികളുമായി കയറുന്ന കുട്ടികൾ. ഞാൻ വിഷമിപ്പിക്കാൻ പറയുന്നില്ല. കയറുന്ന കുട്ടികളാണ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദന. വീണ്ടും അവരിവിടെയൊക്കെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് അവരുടെ പഴയ സ്ഥലം തിരിച്ചു വരാൻ പറ്റട്ടെ അല്ലേ. അതാണ് കാരണം. ഇനി ജീവിതം മുന്നോട്ട് കിടക്കല്ലേ. ഇപ്പോൾ ആ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ വേഗത്തിൽ സാധാരണ രീതിയിലേക്ക് വരാൻ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുകയും അല്ലെ ആഗ്രഹിക്കുകയും ചെയ്യാം. അതിനുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കടക്കും. ശരി, കാണാം കേട്ടോ.